ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോലിപോപ്പ് സ്റ്റോറീസ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബ്രോഡ്വേ കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ എൻ്റെ ചാനൽ ഇതുവരെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ക്രിസ്മസ് ആയിട്ട് ക്രാഫ്റ്റ് വീഡിയോ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാകും? അപ്പോൾ നമുക്കും കുറച്ച് ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതി ഒരു ബോർഡും കുറച്ച് മഞ്ചാടിക്കുരുവും കുറേ ബെൽസും ഇതൊക്കെ ഉണ്ടല്ലേ. ദാ എൻ്റെ സ്ഥിരം ഐറ്റം ഹൂപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നും ഹൂപ്പ് എംബ്രോയ്ഡറി ആണോ? അല്ല, ഹൂപ്പ് വെച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഹൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി നല്ല റെഡ് കളറിലുള്ളൊരു തുണി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൂപ്പിൽ തുണി എങ്ങനെ കയറ്റുന്നതെന്ന് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അടുത്തൊരു ഷോർട്ടായിട്ട് ഞാനത് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ഒരു മെറി ക്രിസ്മസ് ഓൾറെഡി ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ലേസ്, ഒരു വെള്ള കളർ ലേസും കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ, ഞാൻ ഒരു ക്രിസ്മസ് റീത്ത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, റീത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണാം തുണി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പോവാണ്, ഈ മെറി ക്രിസ്മസിൻ്റെ ചെറിയ ബോർഡ് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഫെവിക്കോളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഇത് നമ്മുടെ ബ്രോഡ്വേന്ന് വാങ്ങിയതാണ് കേട്ടോ. കണ്ടോ, ഒരു ചെറിയ ബെല്ല്, നല്ല രസമല്ലേ? ചെറുതായിട്ട് സൗണ്ട് അകത്ത് മണിയില്ലാത്തതുകൊണ്ട് നല്ല സൗണ്ടൊന്നുമില്ല, എന്നാലും കുലുക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കുലുക്കി ഇരിക്കുക. 50 രൂപ എങ്ങോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം 9 ബെല്ലോളം കിട്ടും നമുക്ക് 50 രൂപയ്ക്ക്. ബ്രോഡ്വേയിൽ നമ്മൾ ചെല്ലുന്ന സമയം അനുസരിച്ചിരിക്കും വില. അതായത് ക്രിസ്മസിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പോയ എല്ലാ സാധനങ്ങൾക്കും വില കുറവായിരിക്കും. സമയം കഴിയും തോറും വില കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പണിയിലേക്ക് കടക്കാം. ആദ്യം എന്ത് ചെയ്യുക, മെറി ക്രിസ്മസ് എന്നുള്ളത് നമ്മൾ ഈ ഫെവിഗം വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാലോ. ഒട്ടിച്ചു കഴിഞ്ഞു. ഞാൻ ആ ഫെവിഗം വെച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പോഴേ നിങ്ങൾക്കറിയാം അത് അവിടെ നിൽക്കില്ല എന്ന്. പക്ഷെ ഞാൻ ആദ്യം എടുത്ത് നോക്കി, വലിയ കുഴപ്പമില്ല. ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി, ഒന്ന് ചരിച്ചൊക്കെ നോക്കുമ്പോൾ സാധനം അതുപോലെ നിൽക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം, ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്ക് ഈ സാധനം ഇളകി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്തു, അതായത് ഞാൻ ആദ്യമേ പറയുകയാണ്, ഞാനിത് പിന്നീട് ചെയ്തത്. ഈ സമയത്തൊക്കെ എന്താണ്, പ്രോപ്പറായിട്ട് ആ ഗ്ലൂ അതിലൊട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് തയ്ച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഗൈസ്, എനിക്ക് ഞാൻ ആദ്യം കാണിച്ച ഒരു ലേസ് ഉണ്ടല്ലോ, അത് തീരാറായിരുന്നു. അത് നല്ല ലേസാണ്, മമ്മി ഉപയോഗിക്കുന്ന ലേസായിട്ട് മമ്മി പറഞ്ഞു വേറെ ലേസ് എടുക്കാമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ ഈ ലേസ് എടുത്തു. ഈ ലേസ് നോക്കിയപ്പോൾ അതിൻ്റെ അറ്റം ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തു, അമ്മ തന്നെ പറഞ്ഞു അടിച്ച് തരാമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് മടക്കി തയ്ക്കാൻ കൊടുത്തു. നിങ്ങൾ കണ്ടോ ഞാൻ ഒട്ടിച്ച സാധനം ഇളകിപ്പോയത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലേസ് ആദ്യം സൈഡ് തയ്ക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യും, ഈ മെറി ക്രിസ്മസ് നമ്മൾ ചെറിയ നൂല് വെച്ച് തയ്ക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ലേസ് അമ്മ തയ്ച്ച് തന്നിട്ടുണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പായിട്ട് മെറി ക്രിസ്മസ് ഞാൻ ഓൾറെഡി തയ്ച്ചു. നിങ്ങൾക്ക് ആ എമ്മിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ വര കാണാം, തയ്ച്ചു വെച്ചേക്കോട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ലേസ് അതിലേക്ക് ഒട്ടിക്കാൻ പോവാം. അപ്പം മനസ്സിലായി, ഫെവിഗം കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായി. നമ്മൾ അടുത്തായിട്ട് എന്തെടുക്കും, ഫെവിക്കോളിലേക്ക് എടുക്കും. എന്തിനെ ഒട്ടിക്കാൻ കഴിവുള്ള ഫെവിക്കോളിൻ്റെ ഈ ഒരു ട്യൂബ് ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടോ. ഞാൻ സാധാരണ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫെവിക്കോൾ ഇതല്ല, ഇത് പുതുതായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ടെക്നിക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടപ്പ് തുറക്കൊന്നും വേണ്ട, അടപ്പ് പുള്ള് ചെയ്യുക. ഇങ്ങനെ വന്നിട്ട് പുള്ള് ചെയ്യുക, പശ അതിൽ തേക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചെന്ത് ചെയ്യുക, പുഷ് ചെയ്ത് വെച്ചാൽ അത് അടയും. അതായത് നമുക്ക് അടപ്പ് തുറക്കുക അടയ്ക്കുക ഒന്നും വേണ്ട. ശാസ്ത്രത്തിൻ്റെ ഓരോ പുരോഗതിയായി. നമ്മൾ പണ്ട് കഷ്ടപ്പെട്ട് അടയ്ക്കുന്നോ തുറക്കുന്നോ അങ്ങനെയുള്ള കഷ്ടപ്പാടൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ എടുക്കുക, അതങ്ങോട്ട് വലിച്ച് തുറക്കുക. അത് കഴിഞ്ഞതാ ഇങ്ങനെ പശ തേക്കുക, തിരിച്ചതാ സാധനം താഴോട്ടാക്കിയാൽ അടപ്പടഞ്ഞു. എളുപ്പമുള്ള പ്രൊസീജിയറാണ്. തീർന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. സെറ്റ് സാധനമാണേ. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ശരിക്കും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടോ, എൻ്റെ അയ്യത്ത് നിറയെ ഉണ്ടായിരുന്ന മഞ്ചാടിക്കുരുവാണ്. അതിലടക്കിയിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സാധനം 10 രൂപയ്ക്ക് ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിയതാണ് കേട്ടോ. ആദ്യമൊക്കെ ചെന്നാൽ അതിലും വിലക്കുറവായിരിക്കും. ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് പോയപ്പോഴാണ് എനിക്കത് 10 രൂപയത്. അപ്പോൾ മഞ്ചാടിക്കുരു ചുമ്മാ കിടക്കുമല്ലേ, ഇത് ബ്ലാങ്കായിട്ടും കിടക്കുന്നു. അപ്പോൾ വീണ്ടും ബുദ്ധി തോന്നി. എൻ്റെ ബുദ്ധി ചില സമയത്ത് വിമാനമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായില്ല കേട്ടോ. അമ്മ അടപ്പ് തുറക്കണം എന്നുള്ള വാശിയിലിരിക്കുക. അപ്പോഴാണ് ഇത് കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വന്ന ദൃശ്യമാണ്. ആ അഡീഷണൽ കൈ അമ്മയുടെയാണ്. അപ്പം മമ്മി എന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പശ തേച്ചു. മമ്മി അതിലേക്ക് മഞ്ചാടിക്കുരു ഒട്ടിക്കുന്നു. പക്ഷേ എന്നിലെ പെർഫെക്ഷനിസ്റ്റിന് അതത്ര ഇഷ്ടമായില്ല. പക്ഷെ അങ്ങോട്ട് ഒട്ടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മമ്മി അമ്മയുടെ പണിക്ക് പോയി, തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ സംഗീതത്തിൽ ഒറ്റയ്ക്കായി. ഞാൻ ഒറ്റയ്ക്ക് ഇത് തന്നെ വീണ്ടും അതെല്ലാം ഒട്ടിക്കാൻ തുടങ്ങിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഞ്ചാടിക്കുരു ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചപ്പോൾ നിന്നു വന്നു. ഞാനും അങ്ങനെ വിചാരിച്ചു. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അതും ഊരി താഴെ വീണു. അപ്പോഴും ഞാൻ തോറ്റില്ല. ഞാൻ അടുത്തതായിട്ടെടുത്തു ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ ഇത്രയും സംഭവമായപ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. പക്ഷെ മുകളിലൊരു സാധനം കിടപ്പുണ്ടല്ലോ, അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എവിടെയോ കിടന്നിരുന്നൊരു തുണി എടുത്തിട്ട് ഒരു ചെറിയ റിബൺ പോലെ മമ്മിയും കൊണ്ട് തയ്പ്പിച്ചു. ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി റിബൺ പോലെ തയ്ച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കെട്ടുന്നത് നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിനകത്ത് കാണാൻ പറ്റിയത് ഞാൻ എങ്ങനെ കെട്ടിയെടുത്തേക്കുന്നതെന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിയാൽ ആ ഒരു നീളം, അതായത് നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു നീളത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ കൊളുത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഞാനിതും തയ്ച്ച് വെക്കുക ചെയ്തു കേട്ടോ. അതായത് ഒട്ടിച്ചാൽ അതിനൊരു ഇത് കാണില്ല. എനിക്ക് ഈ ഹൂപ്പ് റീയൂസ് ചെയ്യാമല്ലോ, അതായത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് തയ്ച്ച് വെച്ചു. അതിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ബെല്ലില്ലേ, അതിലൊരു 2 അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ആദ്യമേ നമുക്ക് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ക്ലോത്ത് ഒന്നും ഞാൻ ഷേപ്പിൽ കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ക്ലോത്ത് കുറച്ച് എക്സസ് ഉണ്ട്. പിന്നെ ഞാൻ ആ തയ്ച്ച പാട് ആ ബോയിൽ അറിയാം, അപ്പോൾ അതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഉള്ള സ്റ്റെപ്സ്. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എൻ്റെ ഫൈനൽ ലുക്കല്ല, എൻ്റെ ഹൂപ്പിൻ്റെ അല്ല, എൻ്റെ റീത്തിൻ്റെ ഫൈനൽ ലുക്കാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ തയ്യലിൻ്റെ മണ്ടയിൽ കൂടെ എന്ത് ചെയ്തു, ഒരു 3 മഞ്ചാടിക്കുരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ലേസിലും എന്ത് ചെയ്തിട്ടുണ്ട്, മഞ്ചാടിക്കുരു ഒട്ടിച്ചു. സോ ഇതാണ് നമ്മളുടെ റീത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആബ്രക്കഡാബ്ര. ഇനിയിപ്പം ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, കുറച്ച് ഷോയൊക്കെ ആവാമല്ലേ. അങ്ങനെ എൻ്റെ റീത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഏകദേശം സത്യം പറഞ്ഞാൽ ഹൂപ്പിന് എന്തോ 30 രൂപ, പിന്നെ ഈ മെറി ക്രിസ്മസിനൊരു 20 രൂപ, ബെല്ലിന് എന്തായാലും ഒരു 10 രൂപ കണക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പം ഒരു 70 രൂപയിലുള്ളിൽ 30, 20, 20, 50, 50, 60 രൂപയിൽ കാര്യം നടന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.